ഹലോ, ഇന്ന് നമ്മൾ ഫിഷ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ബജിക്കുള്ള ബാറ്ററിനായി 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്ത് മാവിൻ്റെ മുകളിലായി എണ്ണ പുരട്ടിയിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് സെറ്റാവുമ്പോഴേക്കും ബജിക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് ഉടച്ചു മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉടയാത്ത വല്ല കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് അതൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു പിടി മല്ലിയില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് കൂടിയിട്ട് ചെറിയ ചൂടിൽ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് തീ ഓഫ് ചെയ്ത് ചൂടാറാനായി വെക്കാം. ബജിക്ക് അകത്ത് നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് ഒക്കെ ചൂടാറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ മുളകെടുത്ത് അതിലേക്ക് നിറച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മുളകിലേക്ക് കൂടി ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് മാറ്റി വയ്ക്കാം. ഈ മുളകെല്ലാം ആദ്യമേ തന്നെ നടുകെ കയറി കുരു കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് പൊടിയിട്ടിട്ട് നന്നായിട്ട് എല്ലാ സൈഡും ഒരേ കട്ടിയിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഒരേ അളവിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കീറിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബജി എടുത്ത് അതിന് മുകളിലായി ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. ബജി ചുറ്റാനെടുക്കുന്ന മാവിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വെള്ളം പുരട്ടി കൊടുക്കണം. മാവ് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ. ബാക്കിയുള്ള മുളകുകൾ കൂടി ഇതുപോലെയാക്കി പൊരിക്കാൻ വെക്കാം. മുളക് പൊരിക്കാൻ ആവശ്യമായുള്ള എണ്ണ പാനിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോ മുളക് വീതം ഇടുക. അതിനുശേഷം ഇട്ട സൈഡൊന്ന് കളറ് മാറുമ്പോൾ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. റോയൽ മാർക്കിൻ്റെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ഫിഷ് സ്റ്റഫ് ചെയ്ത മുളക് ബജി തയ്യാറായി.